അമേരിക്കയുമായിട്ട് ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന ഈ രാജ്യങ്ങളൊക്കെയും അമേരിക്കയോട് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പ്രകോപനപരമായ നടപടികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഫലസ്തീൻ എന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രം രൂപവൽക്കരിക്കാതെ ഈ പ്രശ്നം അടിസ്ഥാനപരമായിട്ട് പരിഹരിക്കാൻ പോകുന്നില്ല എന്ന രണ്ട് കാര്യങ്ങളാണ് അമേരിക്കയെയും അതോടൊപ്പം തന്നെ ലോക വൻശക്തി രാജ്യങ്ങളെയും UAE അല്ലെങ്കിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ 6 ഗൾഫ് രാജ്യങ്ങളും നിലവിലുള്ള ഈ സംഘർഷത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തിയിൽ വലിയ ഉത്കണ്ഠ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണെങ്കിൽ ഹസൻ നസ്രുള്ളയെ വധിച്ചത് പോലും ഒട്ടും നീതീകരിക്കാവുന്ന ഒരു നടപടിയല്ല എന്ന് ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ച ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് ഈ മേഖലയിലെ ഈ കാലുഷ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ അനുഭവിക്കേണ്ടി വരിക ഈ ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നടപടികൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി ഒരു നയതന്ത്ര താല്പര്യത്തോടുകൂടി ഇത് ഏറ്റെടുക്കാൻ അന്തർദേശീയ സമൂഹം ഇനിയും തയ്യാറായിട്ടില്ല. കാരണം നമുക്കറിയാൻ സാധിക്കും, പിന്നിട്ട ഒരു വർഷമായിട്ട് പാരീസിലും ദോഹയിലും കെയ്റോയിലുമൊക്കെ നടന്ന ചർച്ചകൾ, വെടിനിർത്തലിന് വേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള ആഹ്വാനങ്ങൾ, നടപടികൾ, ഇതൊന്നും അംഗീകരിക്കാൻ ഇസ്രായേൽ എന്ന രാഷ്ട്രം അല്ലെങ്കിൽ നെതന്യാഹു എന്ന നേതാവ് തയ്യാറാകാത്ത ഒരു സാഹചര്യം കൂടിയാണ് ഇത്രയും പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മേഖലയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും, നേരത്തെ 8 വർഷത്തോളം നീണ്ട ഇറാൻ ഇറാഖ് യുദ്ധം, അത് കഴിഞ്ഞ് പിന്നെ സദ്ദാമിൻ്റെ കുവൈത്ത് അധിനിവേശം, തുടർന്ന് 2003 നടന്ന അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം, അതും പിന്നിട്ട് ഏതാണ്ട് 6 കൊല്ലത്തിലധികം നീണ്ട യമൻ യുദ്ധം, ഇതൊക്കെയും മേഖലയിൽ സൃഷ്ടിച്ചിരിക്കുന്ന കെടുതികൾ അല്ലെങ്കിൽ അതിൻ്റെ മാരകമായിട്ടുള്ള പിന്നെ അതിൻ്റെ ഫലങ്ങൾ, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥ വേണമെന്ന് ഈ രാജ്യങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. കോവിഡാനന്തരം ഏറെക്കുറെ ഒരു പൂർണ്ണ സ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നൊരു ഘട്ടത്തിൽ വീണ്ടും ഈ അരക്ഷിതാവസ്ഥ വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളെയും അതോടൊപ്പം തന്നെ ഇവിടെ ചേക്കേറിയിരിക്കുന്ന പ്രവാസി സമൂഹങ്ങളുമായിരിക്കും എന്നൊരു ആശങ്ക കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. ജിൽസി, തീർച്ചയായും പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന ഏത് തരം പ്രതിഫലനങ്ങളും അത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങളും. അത് അവരെ തന്നെ സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയം മാത്രമല്ല, ധാരാളം പ്രവാസികളുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഇക്കാര്യങ്ങളിൽ കൂടുതൽ ഡെവലപ്മെന്റ്സുകൾ എന്താണുള്ളത് എന്ന് കൂടെ ഉറ്റുനോക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും ഇസ്രായേലിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്ന് തന്നെയാണ് ഈ വാർത്ത സംബന്ധിച്ച് അതിപ്രധാനമായി വരുന്നത്. ഇനി